നൈറ്റ് നിൽക്കുന്ന സിസ്റ്റേഴ്സിനെല്ലാം ഭയങ്കര പണിയാണ്. കാരണം എമർജൻസിയിലും ആ ഏരിയയിലെല്ലാം ഇയാളൊരു സ്റ്റിക്കും കൊണ്ടുവന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറെ ശല്യം ഇയാളെ കൊണ്ടുണ്ടായിരുന്നു. എങ്ങനെ കയറി പിടിച്ചു എന്ന് ചേട്ടാ, പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെൺപിള്ളേർക്കും പ്രേമം തോന്നും. പെൺപിള്ളേർ ആര് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇയാൾ ഡോക്ടേഴ്സിനെ കളിക്കാറില്ല, നഴ്സുമാരോടത്താണ് ഹോസ്പിറ്റലിൽ കളി കൊടുക്കുന്നത്. റോബിൻ രാധാകൃഷ്ണൻ ചുരുളഴിയുന്ന ഒരുപാട് ന്യൂസുകളാണ് നിങ്ങളെ കൊണ്ട് ഇപ്പം പുറത്തു വരുന്നത്. നിങ്ങളൊരു ഡോക്ടറാണോ അല്ലെ കാമഭ്രാന്തനോ? തെളിവ് വെച്ചേരണോ? തെളിവ് വെച്ചേരണോ? പിടിച്ചു ചേട്ടാ, പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെൺപിള്ളേർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. ആ പെൺപിള്ളേർ ആര് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇയാൾ ഡോക്ടേഴ്സിനെ കളിക്കാറില്ല, നഴ്സുമാരോടത്താണ് ഹോസ്പിറ്റലിൽ കളി കൊടുക്കും. അതേപോലത്തെ ഒക്കെ നീയൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സ്ക്രീൻഷോട്ട്, ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ ഇന്ന് വളർന്ന് ഒരു 10-20 വയസ്സാകുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും ഗൂഗിൾ പേനെ കുറിച്ചിട്ടെല്ലാം അറിയാം. നീ ഒരു സ്ക്രീൻഷോട്ട് വെച്ചില്ലേ, ഞാൻ 1,00,000 റുപ്യ ട്രാൻസ്ഫർ ചെയ്ത സ്ക്രീൻഷോട്ട്. ഇവിടെ റോബിനെ സ്ക്രീൻഷോട്ടിൻ്റെ നേരെ തൊട്ടിപ്പുറത്തെ സ്ഥലത്ത് നോക്കിയിട്ട് ടു ഫ്രം. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അല്ലെ ഗൂഗിൾ പേ ടീമും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ധാരണകളുണ്ടോ? റോബിനെ നിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കാണിക്കുന്നതിന് ഒന്നും ആരതി ഉത്തരവാദിയല്ല. പക്ഷെങ്കിൽ ഇപ്പോഴുള്ള ന്യൂസ് ഇത്രയും ഫ്രോഡാകാൻ പറ്റുള്ളൂ ഒരു വ്യക്തിക്ക്? സ്വന്തം അമ്മയുടെ പേരും പറഞ്ഞു പല രീതിയിലും. എൻ്റെ പൊന്നു ബ്രോ, 90,000 രൂപ നിങ്ങൾ എനിക്കിപ്പോൾ അയച്ചതാ. ഇന്ന് വൈകിട്ട് 10 മണിക്കുള്ളിൽ ഞാനത് റീഫണ്ട് ചെയ്ത് തരും. എന്താ ഭാഗ്യം കൊണ്ട് ആ പൈസ കൊടുത്തിട്ടില്ല. റോബിനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്ക്. ഇതിപ്പോൾ നിനക്കിപ്പോൾ കൊടുക്കാൻ നിൻ്റെ കയ്യിൽ പൈസ ഇല്ല, സത്യാവസ്ഥ അതാണ്. അതുകൊണ്ട് പൈസ ഇല്ല, അത് മനസ്സിലായി. അതുകൊണ്ട് നീ കള്ളത്രത്തിലോട്ട് എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഒരു കള്ളത്രം പിടിച്ച് വെക്കാൻ നമുക്ക് ഏറി വന്നു കഴിഞ്ഞാൽ ഇത്ര ദിവസമേ ഉള്ളൂ. ഒരു കള്ളത്രം, ആ കളവ് മൊത്തം പൊക്കിയില്ലേ? എടാ നിനക്ക് ഇനി ഇവിടെ ജീവിക്കുമ്പോൾ ഇനി നിനക്ക് ഇത്ര അഭിമാനത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാ കള്ളക്കഥകളും എല്ലാം പൊക്കിയെടുത്തില്ലേ ജനങ്ങൾ. ഒരുപാട് ജനങ്ങൾ നിന്നെയൊക്കെ ഹൃദയത്തിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ മുമ്പിൽ തന്നെ നീ ഒരു ഫ്രോഡാന്നുള്ളൊരു കാര്യം നീ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ തുറന്നടിച്ച് പറയൂ. അവരുടെ നിയമവ്യവസ്ഥയായിട്ട് മുന്നോട്ട് പോകില്ലേ? നീ അതിനിടയ്ക്ക് കുറേ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്ത് ഇത്ര പൈസ ഞാൻ കൊടുത്ത് ഫേക്ക് ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട്, കുറേ എവിഡൻസ് അതൊക്കെ നീ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഹണി ട്രാപ്പിൽ കൊടുക്കും. ഞാൻ ഈ പൈസ മൊത്തം കൊടുത്തതാണ്, ഞാൻ നേതാവാണ്, എനിക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇത്ര പൈസ കിട്ടാനുണ്ട്. നീ കേന്ദ്രത്തിൽ ആരാടാ? ഇത്ര പൈസ കിട്ടാനുണ്ട് മറ്റേതാ മതത്തിൽ. അവിടെ ഒരു കള്ളത്രത്തിന് എത്ര ആയുസുണ്ടെന്ന് അറിയോ? ഇല്ല നീയൊക്കെ കള്ളത്തരത്തിലോട്ട് ഈ പൈസ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് നിനക്ക് പറ്റൂല. ആ പൈസയും കൊണ്ട് തിന്നാൽ ഇറങ്ങൂല. ഇനി അത്രക്കും വിശ്വാസമുള്ളത് കൊണ്ടല്ലടാ റോബിനെ നിനക്ക് അത്രയും പൈസ അവർ തന്നത്. ഒരു വിശ്വാസം ഇല്ലാത്തവർക്ക് അവർ ഇത്രയും ലക്ഷങ്ങൾ അവർ കൊടുക്കുമോ? നിന്നെയൊക്കെ വിശ്വസിച്ച അവർക്ക് നീ തന്നെ തിരിച്ചടി കൊടുത്തില്ലടാ. ഞാൻ ഫുൾ എമൗണ്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തതാണ്. എന്നിട്ട് 69,000 രൂപ അവർ എനിക്ക് ഇങ്ങോട്ടാണ് തരാനുള്ളത്. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? കുറച്ചൊരു തിന്നുന്ന ചോറിന് കുറച്ചൊരു നന്ദിയുള്ളവനാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കും.
ഫണ്ട് തരാനില്ലെങ്കിൽ എന്തിന് ഡോക്ടർ രോഹിൻ രാധാകൃഷ്ണൻ ഇനി ഇന്ന സമയത്തിന് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കണം. പറയുന്നത് വസ്തുതാപരമല്ലെങ്കിൽ ഇപ്പൊ പ്രസ് മീറ്റ് കാര്യങ്ങൾ നടത്തിയപ്പോഴത്തേക്കും എന്തായാലും എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറയാം. പക്ഷെ അത് എന്തെന്ന് നിലനിന്ന് പോകണമെന്നില്ല. കുറെ വർഷങ്ങളായിട്ട് ആൾ ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പലരും ഇപ്പൊ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് പൈസ വാങ്ങിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ പാർട്ടിയുടെ ഭീഷണി, രാഷ്ട്രീയക്കാരുടെ ഭീഷണി, ഇതിനൊക്കെ ആര് കൊണ്ടുവന്നു പാർട്ടി? എല്ലാ തെളിവുകളും നിനക്കെതിരെയോട്ട് മാറിയില്ലേ? നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടക്കി സോഷ്യൽ മീഡിയയിൽ ഇനി നീ എന്ത് കോപ്രായങ്ങളാണ് പറഞ്ഞു തൊലയ്ക്കുക?